ഹേയ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ കേട്ടോ. റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രാത്രി നമുക്കൊരു വിസിറ്റർ ഉണ്ടായിരുന്നു. ആൾ ചെറുതാണെങ്കിലും ആളെ കണ്ടാൽ നമ്മളൊന്ന് പേടിക്കും. ഒരു മൂർക്കം പാമ്പിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും അടുത്തടുത്ത് കണക്റ്റഡായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നി ഒന്ന് ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കാം. കാരണം ഒരുപാട് ഇങ്ങനെ പൂന്തോട്ടം അല്ലെങ്കിൽ ചെടികളൊക്കെ ഉള്ളിടത്ത് ഇവറ്റകൾ ഇങ്ങനെ താമസമാക്കിയാൽ നമ്മൾ അറിയില്ലല്ലോ. അത് മാത്രമല്ല കുഞ്ഞുങ്ങളുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പേടിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തറവാട്ടിൽ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ഉൾപ്പെടെയുള്ള ഒരു മതിൽമുള്ള ഫുൾ സെറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാട്ടോ. അങ്ങനെ ചട്ടിയെല്ലാം എടുത്ത് താഴത്തേക്ക് ഇങ്ങനെ വെച്ച് തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്നലെ രാത്രി അദ്ദേഹം വന്നിട്ടുണ്ടാവുക. സോ ആളെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ പാമ്പിൻ്റെ കുട്ടികളെ അതല്ലെങ്കിൽ പാമ്പിനെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് അയാളെടുത്ത് അവിടുന്ന് മാറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ ആൾ പോകുന്നുമില്ല. നല്ല ബലത്തിലാണ് അവിടെ ഇരിക്കുന്നത്. കുറച്ച് തവള കുട്ടികളെ നമ്മൾ കാണുന്നുണ്ടായിട്ടോ. പിന്നെ കുറേ ഇളക്കി വിടാൻ നോക്കിയിട്ട് നടക്കാണ്ടായപ്പോൾ അവിടെ കിടക്കണോടത്ത് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇനി നമ്മൾ ബാക്കി പരിപാടികളിലേക്ക് പോവുകയാണ്. വെർട്ടിക്കൽ ഗാർഡനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ടർട്ടിൽ വൈനാണ്. അത് കൂടാതെ മതിലിലേക്കായിട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെടികൾ, ചട്ടിയിലുള്ള ചെടികളുമായിരുന്നു. അപ്പോൾ അതെല്ലാം ആദ്യം എടുത്ത് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. കൂടുതലും ലീഫി പ്ലാന്റ്സ് ആട്ടോ. അതുപോലെ വെർട്ടിക്കൽ ഗാർഡനിൽ ഉണ്ടായിരുന്നത് ടർട്ടിൽ വൈനാണ്. അതെല്ലാം എടുത്ത് ഒഴിവാക്കണം. ടർട്ടിൽ വൈൻ മൊത്തത്തിൽ ഒഴിവാക്കാനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് അത്രയും ഏരിയയിൽ നിന്ന് ചട്ടികളൊക്കെ ഇറക്കിയിട്ട് മണ്ണൊക്കെ റീപ്പോർട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഈ വള്ളിയെല്ലാം കൂടി പറിച്ചിടുകയാണ് ചെയ്തത്. എളുപ്പത്തിൽ വരുന്നുണ്ട്, അത്ര ഉറപ്പൊന്നുമില്ല. മണ്ണെല്ലാം ഇളകി കിടക്കുകയായിരുന്നു തോന്നുന്നു. അങ്ങനെ എല്ലാം ഇറക്കി വെച്ചപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആ ഗ്രില്ലെല്ലാം എടുക്കണം. അപ്പം നമ്മളത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്ക്രൂവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ മതിലിൻ്റെ മേളിൽ കൂടെ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. സോ എടുക്കാനും അത്ര തന്നെ എളുപ്പമായിരിക്കും. കൊറോണ ടൈമിലാണ് നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആണെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം ചെടികളാണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിലൊക്കെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചതിനേക്കാളും കൂടുതൽ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ ഓരോ തണ്ടും അല്ലെങ്കിൽ ഒരു തൈയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചെടുത്തതാണ് ഈ കാണുന്നതൊക്കെ. മതിലിന് ഗ്രില്ലെടുത്തതിന് ശേഷം ആദ്യം ചെയ്യുന്നത് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനും വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ പമ്പ് പുറത്തുനിന്ന് വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്തത്. ഒരു ദിവസത്തിന് 550 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 24 hours പോലെ യൂസ് ചെയ്യാം. ഇന്നൊരു 10 മണിക്കാണ് നമ്മളിത് എടുത്തതെന്നുണ്ടെങ്കിൽ നാളെ 10 മണിയാകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഏട്ടന്മാരൊക്കെ നിന്നിട്ടാണ് ഇത് പെട്ടെന്ന് പണി തീർക്കുന്നത്. ഏട്ടന്മാർ വെച്ചാൽ ബ്രദേഴ്സ് എല്ലാവരും കൂടി നിന്നിട്ടാണ് പണി തീർക്കുന്നത്. കാരണം ഇന്നൊരു ദിവസം കൊണ്ട് ഈ ചട്ടികളൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ കയറ്റണം എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ അതിഥികൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ പാമ്പിനെ കണ്ടിട്ടില്ല. രാത്രി അങ്ങനെ കണ്ടത് തന്നെയുള്ളൂ. പിന്നെ നമ്മൾ പാമ്പിനെ കണ്ടിട്ടില്ല. അതിനു വേണ്ടി കരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒച്ച്, പുഴു, തവളക്കുട്ടികൾ, തവള, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ്. വാഷ് ചെയ്തിട്ട് ഇനി നമ്മൾ അവിടെ പെയിൻ്റ് അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് വേണം. പിന്നെ ഈ വെർട്ടിക്കൽ ഗാർഡൻ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് വെക്കാനും നിലവിൽ പ്ലാന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പോട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് പ്ലാന്റ് ആവുമ്പോൾ റെഡി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ഇനി നമ്മൾ വെള്ള പെയിൻ്റാണ് അതിന് അടിക്കുന്നത് കേട്ടോ. കാരണം മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് അതിൽ ആ ബ്ലാക്ക് വന്നപ്പോൾ ഒരു ഭംഗികേട് പോലെ ഫീൽ ചെയ്തു. സോ നമ്മൾ വീട്ടിലൊക്കെ അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൈറ്റ് പെയിൻ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പെയിൻറ് തന്നെയാണ്, അല്ലാതെ കുമ്മായ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ വൈറ്റിനൊരു പ്രത്യേക പവറാണല്ലോ, അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അനിയനാണ് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഡബിൾ കോട്ട് കൊടുത്താൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ അതവിടെ നിൽക്കുകയുള്ളൂ. അത് കൂടാതെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തൊക്കെ അത്യാവശ്യം പൊട്ടിയിട്ടിട്ടൊന്ന് റെഡിയാക്കാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 5 മണി കേട്ടോ. ഈ ഒരു ടൈം കൊണ്ടാണ് നമ്മൾ ഡബിൾ കോട്ട് പെയിൻ്റ് അടിച്ച് പുട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കിയാൽ മതി സെറ്റായത്. ഉണങ്ങി വന്നപ്പോഴാണ് ഗ്രില്ല് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സുധി വന്നിട്ടുണ്ടായിരുന്നു. സുധിയും ബ്രദറും കൂടി അത് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കൊറോണ ടൈമിലാണ് നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഗ്രില്ലെല്ലാം ഉണ്ടാക്കിയത്. ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്ത്, അതായത് അളവെടുത്ത് വർക്ക് ചെയ്ത് അവിടെ വെച്ച് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. തുരുമ്പ് പിടിക്കുക കാര്യമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തിരിച്ചത് അവിടെ തന്നെ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോട്ടുകൾ മുഴുവനായിട്ട് നമ്മൾ അങ്ങോട്ട് വെക്കുന്നില്ല. തൽക്കാലം ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആമിക്കുട്ടി ഇവിടെ തകൃതിയായിട്ടുള്ള കുരുത്തക്കേട്ടിലാണ്. അപ്പോൾ നമ്മളത് വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവക്കാണെങ്കിൽ അച്ഛനെ കണ്ടാൽ ഈ വണ്ടി കയറിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോകണം. ഇപ്പം അച്ഛനെ നേരമില്ലാത്തതുകൊണ്ടാണ് കുട്ടി വണ്ടിയിൽ ഇരുന്നിട്ട് തൽക്കാലത്തേക്ക് ഒരു ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് വണ്ടിയുമ്പോൾ കയറിയിരിക്കുന്നത്. സോ നമ്മുടെ ഗ്രില്ല് വെക്കൽ കഴിഞ്ഞപ്പോൾ ചട്ടികളൊക്കെ തിരിച്ച് കയറ്റുകയാണ്. അപ്പോൾ എല്ലാ ചട്ടികളും തിരിച്ച് കയറ്റാൻ പറ്റില്ല. ചില പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും
സപ്പോർട്ട് ചെയ്ത് റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ളതൊക്കെ വേഗം മുകളിലേക്ക് എടുത്തു വെച്ചു. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ മുറ്റം റെഡിയാക്കി എടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ അജണ്ട. സോ കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ കോലം. അത് മാത്രമല്ല, കുറേ ചട്ടികളിൽ വേര് തിങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് വേരെല്ലാം കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിലേക്ക് ആക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്യാനുമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ അവസ്ഥയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അത്. ഇതിന് എത്രമാത്രം വേരാന്ന് കണ്ടില്ലേ. നമ്മളെ എന്താ പറയുക, തെങ്ങുമ്മ അടിച്ചിട്ടാണ് മണ്ണ് കളയുന്നത്, ബാക്കിയെല്ലാം വേരാണ്. ഈ തെങ്ങിൻ്റെ ചോട്ട് കാണുന്നതൊക്കെ ചീരത്തൈകളാട്ടോ. നല്ല നാടൻ ചീര കേട്ടോ. വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ അതിനകത്തുനിന്ന് എടുക്കാറുണ്ട്. അങ്ങനെ ഈ വേര് കളയുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തൽക്കാലം അതിനൊരു ചട്ടിയിലേക്ക് കയറ്റിയിട്ട് നമ്മൾ തിരിച്ച് വെക്കുകയാണ്. ഇത് എന്താണ് ചെടിയെന്ന് എനിക്ക് പറയാനറിയില്ല. ഒരു എന്താ പറയുക, ലീഫി പ്ലാന്റ് തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് തന്നെയാണ്. ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചട്ടിയെല്ലാം കഴുകി, അതായത് വെർട്ടിക്കൽ പോട്ടുകളൊക്കെ കഴുകിയിട്ടാണ് റീഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴത്തേക്ക് നമ്മൾ കുറേ ചെടിച്ചട്ടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ലക്കി ബാമ്പു, അതുപോലെ തന്നെ കലേഡിയം, അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. കുറേ എനിക്ക് തോന്നുന്നു ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് ഉള്ളതെന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ കേട്ടോ. ഗാർഡൻ മേക്ക് ഓവറിൻ്റെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കട്ടയ്ക്ക് ഒന്ന് കൂടെ നിൽക്കും കേട്ടോ. ബൈ.